നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. 107 സങ്കീർത്തനത്തിൻ്റെ 30 വാക്യത്തിൻ്റെ അവസാന ഭാഗം ഇങ്ങനെയാണ്: അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് എഴുതിയിരിക്കുന്നതായ ഭാഗമാണല്ലോ ഇത്. 107 സങ്കീർത്തനത്തിൻ്റെ ആരംഭം മുതൽ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായ കാര്യങ്ങളാണ്. അവർ അവരുടെ ജീവിതയാത്രയിൽ എപ്പോഴൊക്കെ ദൈവത്തോട് അകന്നു പോയോ, ദൈവത്തോട് മത്സരിച്ചുവോ, ആ സമയങ്ങളിലെല്ലാം അവർ വളരെയധികം കഷ്ടതകൾ അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഒരുപാട് പീഡനങ്ങളിലൂടെ അവർ കടന്നു പോകേണ്ടതായി വന്നിട്ടുണ്ട്. അങ്ങനെ അവർ ദൈവത്തോട് അകന്നു പോകുമ്പോൾ ദൈവം അവരെ ശിക്ഷിക്കുകയും വീണ്ടും അവർ ദൈവത്തോട് നിലവിളിക്കുകയും ചെയ്യുമ്പോൾ അവരെ ദൈവം യഥാസ്ഥാനപ്പെടുത്തുന്നതായ ചരിത്രമാണ് ഇസ്രായേലിൻ്റെ പൂർവ്വകാല ചരിത്രം. അതോടുള്ള ബന്ധത്തിലാണ് ഈ സങ്കീർത്തനം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത സമയത്ത് പലരും ചോദിക്കുന്നതായ ഒരു ചോദ്യം ഇതാണ്, പ്രത്യേകിച്ച് യൗവനക്കാർ ചോദിക്കുന്നു: എന്തുകൊണ്ടാണ് ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പ്രസംഗിക്കുന്നത്? ഇസ്രായേൽ അടുത്ത സമയത്ത് ചെയ്യുന്നതായ യുദ്ധങ്ങളൊക്കെ കാണുന്ന യൗവനക്കാരാണ് ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇസ്രായേലിനെ പറ്റി പ്രസംഗിക്കുന്നത്? തിരുവെഴുത്ത് നാം പരിശോധിക്കുമ്പോൾ ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായിരുന്നു. എന്നാൽ ദൈവത്തെ അവർ തള്ളിക്കളഞ്ഞതുകൊണ്ടാണ് വാസ്തവത്തിൽ നമുക്ക് ദൈവസന്നിധിയിലേക്ക് വരാനിടയായത്. ദൈവത്തിൻ്റെ സ്വന്തം ജനമായിരുന്നു ഇസ്രായേൽ. പക്ഷേ യഹൂദന്മാർ ദൈവത്തെ തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് പുറജാതികളായിട്ടുള്ള മറ്റുള്ളവർക്ക് ദൈവസന്നിധിയിലേക്ക് പ്രവേശനം കിട്ടി. മാത്രമല്ല, ഇസ്രായേലിൻ്റെ ഓരോ ചരിത്രവും പരിശോധിക്കുമ്പോൾ വാസ്തവത്തിൽ ദൈവമക്കൾ കുറിക്കൊള്ളേണ്ടുന്നതായ അനവധി ആത്മീയ പാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അവരുടെ ചരിത്രത്തിലെ ഓരോ കാര്യങ്ങളും വിശ്വാസികളുടെ ജീവിതത്തിന് വലിയൊരു ചൂണ്ടുപലകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച്, അവരുടെ ചരിത്രം സംബന്ധിച്ച് നാം നന്നായി പഠിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ നാം വായിച്ചതായ വേദഭാഗത്തിൽ കാണാൻ സാധിക്കുന്നത് അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു എന്നാണ്. അവരാഗ്രഹിച്ചതായ ഒരു തുറമുഖമുണ്ടായിരുന്നു, ഒരു ശാന്ത തുറമുഖം, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, പ്രത്യാശയുടെ ഒക്കെ ഒരു നല്ല തുറമുഖം. മിസ്രയീം ദേശത്ത് വെച്ച് അവർ അടിമത്തത്തിൽ കിടന്നതായ സമയം മുതൽ അവരുടെ മനസ്സിലുള്ള വലിയൊരാഗ്രഹം, ഒരു വലിയ പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ അവരാഗ്രഹിച്ചതായ ഒരു നല്ല തുറമുഖത്തെ സംബന്ധിച്ചുള്ളതായിരുന്നു. അവർക്ക് ദൈവം വാഗ്ദത്തം ചെയ്ത കനാൻ ദേശത്തെ സംബന്ധിച്ചുള്ള വലിയൊരു പ്രതീക്ഷ അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അവരാഗ്രഹിച്ച തുറമുഖം തന്നെയായിരുന്നു. എന്നാൽ പലപ്പോഴും അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അവരുടെ ജീവിതയാനം ഈ ലോകമാകുന്ന മഹാസമുദ്രത്തിലൂടെ യാത്ര ചെയ്തു വരുമ്പോൾ പല പ്രാവശ്യം അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോയതുകൊണ്ട് ദൈവകരങ്ങളിൽ നിന്ന് ഒരുപാട് തവണ ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ടതായി വന്നു. വാസ്തവത്തിൽ അവരാഗ്രഹിച്ചതായ തുറമുഖം എന്തായിരുന്നു? ഈ 107 സങ്കീർത്തനത്തിൻ്റെ പല വാക്യങ്ങളും നാം വായിക്കുമ്പോൾ അവരാഗ്രഹിച്ച തുറമുഖത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കുവാൻ സാധിക്കും. അതിലൊന്ന് 107 സങ്കീർത്തനത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്, പാർപ്പാൻ ഒരു പട്ടണവും അവർ കണ്ടെത്തിയില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് പാർക്കുവാനുള്ള ഇടമില്ലായിരുന്നു, അവർക്കൊരു വീടില്ലായിരുന്നു, അവർക്കൊരു ഭവനത്തിൻ്റെ ആഗ്രഹമുണ്ടായിരുന്നു. ഒരു ഭവനം കിട്ടിയിരുന്നെങ്കിൽ എന്നവരാഗ്രഹിച്ചു. കാലുറപ്പിച്ച് നിൽക്കുവാനുള്ളതായ ഒരു സ്ഥലം, ഒന്ന് തലചായ്ച്ചുറങ്ങുവാനുള്ളതായ ഒരിടം അവരാഗ്രഹിച്ചു. അവരാഗ്രഹിച്ചതായ ഒരു തുറമുഖം അതായിരുന്നു. 5-ാം വാക്യത്തിൽ വായിക്കുന്നത് അവർ വിശന്നും ദാഹിച്ചുമിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ശരിയാവണ്ണം ആഹാരം കഴിക്കാനില്ലാത്തൊരവസ്ഥ. അതും അവരാഗ്രഹിച്ചതായൊരു തുറമുഖമായിരുന്നു.
11 വാക്യത്തിലേക്ക് വരുമ്പോൾ അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടവർ എന്നെഴുതിയിരിക്കുന്നു. ബന്ധനങ്ങളൊന്ന് മാറിക്കിട്ടണമെന്ന് ആഗ്രഹിച്ചു. സ്വാതന്ത്ര്യമുള്ള അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു തുറമുഖത്തേക്ക് വരുവാൻ അവർ ആഗ്രഹിച്ചു. അനേക കാര്യങ്ങളിൽ അവരുടെ കൈകൾ ബന്ധിച്ചിട്ടിരുന്നു. എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ യാതൊരു നിലയിലും സാധ്യമല്ലാത്ത സാഹചര്യങ്ങളിലൂടെ അവർ കടന്നുപോയി. അതുകൊണ്ട് അവർ സന്തോഷത്തിൻ്റെതായ ഒരു ശുഭ തുറമുഖം ആഗ്രഹിച്ചു. 18 വാക്യത്തിൽ അവർ മരണവാതിലുകളോട് സമീപിച്ചിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് 20 വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ തൻ്റെ വചനത്തെ അയച്ചവരെ സൗഖ്യമാക്കി. സൗഖ്യമില്ലായ്മയുടെ ഒരു വലിയ പ്രതിസന്ധിയിലൂടെ അവർ കടന്നുപോയി. പാപരോഗവും ശാരീരിക രോഗവും അവരെ വല്ലാതെ തളർത്തി. ഇത് രണ്ടിനും ശമനം കിട്ടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു തുറമുഖം അവരാഗ്രഹിച്ചു. 13 വാക്യത്തിലും 28 വാക്യത്തിലും നാം കാണുന്നത് അവരുടെ ഞെരുക്കങ്ങളെ സംബന്ധിച്ചാണ്. ഞെരുക്കങ്ങളില്ലാത്ത അനുഗ്രഹത്തിൻ്റെതായ ഒരു തുറമുഖം അവരാഗ്രഹിച്ചു. അങ്ങനെ വിവിധ പ്രയാസങ്ങളിലൂടെ അവർ കടന്നുപോയപ്പോൾ അവരാഗ്രഹിച്ച തുറമുഖങ്ങൾ ഈ നിലയിലൊക്കെ ഉള്ളതായിരുന്നു എന്ന് തിരുവെഴുത്ത് നമ്മോട് പറയുകയാണ്. ഇന്ന് രാവിലെ ഈ വചനം ധ്യാനിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മോടുള്ള ബന്ധത്തിലും ഇതൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ദശാബ്ദങ്ങൾക്ക് മുൻപ് നമ്മുടെ പിതാക്കന്മാരൊക്കെ ആഗ്രഹിച്ചിരുന്നതായ തുറമുഖങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു. നാം ഈ വായിച്ച ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപാകെ അവരനുഭവിച്ച കഷ്ടതകളൊക്കെ തന്നെയാണ് വർഷങ്ങൾക്ക് മുൻപുള്ള പിതാക്കന്മാർ അനുഭവിച്ചിട്ടുള്ളത്. ഇസ്രായേൽ ജനം പ്രാർത്ഥിച്ചതുപോലെ അവർ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞങ്ങൾക്ക് പാർപ്പിനായുള്ള സ്ഥലം തരണമേ, ഞങ്ങളുടെ ഞെരുക്കത്തെ മാറ്റിത്തരണമേ, ഞങ്ങളുടെ ബന്ധനങ്ങളെ അറുത്തുകളയണമേ, ഞങ്ങളുടെ രോഗത്തിൻ്റെ ക്ഷീണമൊക്കെ മാറ്റിത്തരണമേ, ഞങ്ങൾക്ക് സൗഖ്യമുള്ളതായ അനുഗ്രഹിക്കപ്പെട്ട ഒരു തുറമുഖത്തേക്ക് ഞങ്ങളെ എത്തിക്കണമേ. ഇങ്ങനെയൊക്കെ പിതാക്കന്മാർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ജനത്തെ ദൈവം അവരാഗ്രഹിച്ച തുറമുഖത്ത് എത്തിച്ചതുപോലെ പിതാക്കന്മാർ ആഗ്രഹിച്ച അനുഗ്രഹത്തിൻ്റെ തുറമുഖത്ത് ഈ തലമുറയെ ദൈവം എത്തിച്ചിരിക്കുന്നു. കൊച്ചു കൊച്ചു വീടുകളിൽ പാർത്തിരുന്ന പിതാക്കന്മാർ, ചുരുങ്ങിയ സാഹചര്യത്തിലൂടെ കടന്നുപോയവർ, പട്ടിണിയും പരിവട്ടവും അനുഭവിച്ചവർ, അവരൊക്കെ രോഗത്തിൻ്റെ പീഡകളും വല്ലാത്ത ക്ഷീണവും അനുഭവിച്ചവർ, ജീവിതത്തിൽ വല്ലാതെ കഷ്ടപ്പെട്ടു പോയവർ, അവരൊക്കെ ആഗ്രഹിച്ചതായ തുറമുഖത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ കാലത്ത് ദൈവം അനുഗ്രഹിക്കപ്പെട്ട തുറമുഖത്തേക്ക് നമ്മെ കൊണ്ടുവന്നു. എല്ലാവർക്കും നല്ല നല്ല വീടുകൾ, ബഹുനില മന്ദിരങ്ങൾ, മുന്തിയ ഇനം കാറുകൾ, ഉന്നതമായ ജോലികൾ, ഉന്നതമായ വരുമാന സ്രോതസ്സുകൾ, ഉന്നതമായ ജീവിത സാഹചര്യങ്ങൾ എല്ലാം ദൈവം നൽകി തന്നിട്ടുണ്ട്. ആഗ്രഹിച്ച തുറമുഖത്ത് നമ്മെ എത്തിച്ചു. 31 വാക്യത്തിൽ നാം വായിക്കുന്നത്, അവർ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ എന്നാണ്. ദൈവത്തെ എല്ലായ്പ്പോഴും സ്തുതിക്കുവാൻ നമുക്ക് സാധിക്കണം. കാരണം നാം ആഗ്രഹിച്ച തുറമുഖത്ത് ദൈവം നമ്മെ എത്തിച്ചിരിക്കുന്നു. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? പിതാക്കന്മാർക്കുണ്ടായിരുന്ന വിശ്വാസത്തിൻ്റെ തീവ്രത മക്കൾക്കില്ല, തലമുറകൾക്കില്ല. പിതാക്കന്മാർക്കുണ്ടായിരുന്ന അനുഭവങ്ങളുടെ കാര്യത്തിലും മക്കൾ വളരെയധികം പിന്നിലായിപ്പോയി. അനുഭവങ്ങളില്ലാത്ത ഒരു തലമുറ. വ്യക്തി ജീവിതങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ പാട്ടില്ല, പ്രാർത്ഥനയില്ല, വചനധ്യാനമില്ല. ദൈവത്തോടുള്ള പറ്റുമാനത്തിൽ വളരെയധികം പിന്നിലായിപ്പോയൊരു സമൂഹമായി തലമുറകൾ മാറിപ്പോയി. പലരും ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന തലത്തിലേക്ക് തന്നെ മാറിപ്പോയിരിക്കുന്നു. ആഗ്രഹിച്ച തുറമുഖത്ത് എത്തിച്ചേർന്ന ഇസ്രായേൽ ജനം വീണ്ടും ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ദൈവം അവരോട് ചെയ്തത് എന്താണെന്ന് 40 വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്, അവൻ പ്രഭുക്കന്മാരുടെ മേൽ നിന്ന പകരുകയും വഴിയില്ലാത്ത ശൂന്യപ്രദേശത്ത് അവരെ ഉഴലുമാറാക്കുകയും ചെയ്യുന്നു എന്നിങ്ങനെയാണ്. ഈ തലമുറയിലുള്ള ഓരോരുത്തരും മനസ്സിലാക്കേണ്ടുന്നതായ ഒരു വലിയ സത്യമാണ് ഈ സങ്കീർത്തനം നമ്മെ വിളിച്ചറിയിക്കുന്നത്. പിതാക്കന്മാരുടെ കാലത്ത് വളരെ കഷ്ടതയിലൂടെ കടന്നുപോയപ്പോൾ അവരാഗ്രഹിച്ചതായ ഒരു തുറമുഖത്തേക്ക് ദൈവം നമ്മെ എത്തിച്ചിരിക്കുന്നു. ആ എത്തിച്ചിരിക്കുന്ന തുറമുഖത്ത് നിന്നുകൊണ്ട് നാം യഹോവയായ ദൈവം നമുക്ക് ചെയ്ത നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാർ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കുവാനിടയാകണം. ഓരോ ദിവസവും, ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ അവസാന വാക്യം ഇങ്ങനെ പറയുന്നു, ജ്ഞാനമുള്ളവർ ഇവയെ ശ്രദ്ധിക്കും, അവർ യഹോവയുടെ കൃപകളെ ചിന്തിക്കും. ഇന്ന് പകലിൽ വലിയവനായ ദൈവം നമുക്ക് ചെയ്ത കൃപകളെപ്പറ്റി ഓർക്കുവാനും
മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ഓർത്തുകൊണ്ട്, നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച അത്ഭുതകരമായ കാര്യങ്ങളെ ഓർത്തുകൊണ്ട്, ആഗ്രഹിച്ച തുറമുഖത്ത് നമ്മെ എത്തിച്ച വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽപ്പാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നല്ലോ കർത്താവേ. അവർ പലപ്പോഴും ആഗ്രഹിച്ചതായ തുറമുഖത്തേക്ക് ദൈവം അവരെ കൊണ്ടുവരുമ്പോൾ അവർ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയതുകൊണ്ട് അവരനുഭവിച്ചിരുന്ന കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും എല്ലാം നിമിത്തം അവർ വല്ലാതെ വിലപിച്ചു പോയതായിട്ട് ഞങ്ങൾ വായിക്കുന്നു. എന്നാൽ അവിടുന്ന് കരുണാമയനായ ദൈവമാകിയാൽ അവരുടെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ട് അവരെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തി ആഗ്രഹിച്ച തുറമുഖത്തേക്ക് അവരെ കൊണ്ടുവന്ന് വലിയവനായ ദൈവത്തിൻ്റെ കരുതൽ എത്ര വിലയേറിയതായിരുന്നു എന്ന് ചിന്തിപ്പാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളെപ്പറ്റി ഞങ്ങൾ ചിന്തിക്കുമ്പോഴും പഴയ കാലത്ത് ഞങ്ങൾ ആഗ്രഹിച്ചതായ ആ വലിയ അനുഗ്രഹത്തിൻ്റെ തുറമുഖത്തേക്ക് ഞങ്ങളെ അതാത് സമയങ്ങളിൽ കൊണ്ടുവന്ന് ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി നിർത്തുന്ന ദൈവത്തെ എല്ലാ ദിവസവും എല്ലാ നിമിഷവും ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ആരാധിച്ച് മഹത്വപ്പെടുത്തി ദൈവത്തിന് നന്ദി കരേറ്റ് ജീവിപ്പാൻ ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വരവ് താമസിക്കുന്നുവെങ്കിൽ കർത്താവെ, ഞങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടവരായി ദേശത്ത് ജീവിപ്പാൻ അവിടുന്ന് ഇടയാക്കണമേ. എല്ലാവരും ദൈവസനിലേക്ക് അടുത്തു വന്ന് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവകരങ്ങളിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ച് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ദീർഘായുസോടെയും ജീവിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിലേക്ക് അവരെ കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.